ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രേവതി ഗർഭിണിയായതെന്നറിഞ്ഞപ്പോൾ മുതൽ ശ്രുതിക്ക് വളരെ ടെൻഷൻ അനുഭവപ്പെടുകയാണ്. കാരണം താൻ ഇതിനു മുന്നേ ഒരു അമ്മയായിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമതൊരു കുഞ്ഞിന് സാധ്യതയുണ്ടോ എന്ന് വളരെ ഒരു സംശയം ശ്രുതിക്കുണ്ടായിരുന്നു. ആ ടെൻഷനൊന്നും പക്ഷേ ശ്രുതിയുമായി പങ്കിടാൻ ശ്രുതിക്ക് കഴിയുമായിരുന്നില്ല. കാരണം താൻ പണ്ടൊരമ്മയായിരുന്നുവെന്നും കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ഒഴിവാക്കുമോ എന്നുള്ള ടെൻഷനാണ് ശ്രുതിക്ക് എപ്പോഴും. എന്നാൽ എന്നെങ്കിലും ആവട്ടെ കുട്ടികൾ എന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു രേവതിയുടെ ആ ഞെട്ടിക്കുന്ന വാർത്ത, രേവതി ഗർഭിണിയാണെന്നുള്ള കാര്യം. ആ തറവാട്ടിൽ ആദ്യം ജനിക്കേണ്ടത് ശ്രുതിയുടെ കുട്ടിയാണെന്നുള്ളതാണ് ചന്ദ്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതു പക്ഷേ ഇനി നടക്കില്ലല്ലോ, കാരണം രേവതി ഗർഭിണിയായി. എന്നാലോ ശ്രുതിക്ക് ഇതുവരെ കുട്ടികളായിട്ടുമില്ല എന്നൊരു വേവലാതിയായിരുന്നു ചന്ദ്രയ്ക്ക് പിന്നീട്. ഇത് അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ, കാരണം ഇനി എന്തെങ്കിലും ശ്രുതിക്ക് വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ശ്രുതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒരു ടെൻഷൻ ചന്ദ്രയുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് നേരിട്ട് തന്നെ ചോദിച്ചറിയാൻ ശ്രുതിയെയും റൂമിലേക്ക് ചെന്ന് ചന്ദ്രമതി കാണുന്നുണ്ട്. ശ്രുതിയുടെ റൂമിൽ ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ ശ്രുതിയായിരുന്നു വാതിൽ തുറന്നത്. വാതിൽ തുറന്നപ്പോൾ പുറത്ത് ചന്ദ്രമതി നിൽക്കുന്നു. എന്താ അമ്മേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഒന്നും മിണ്ടാതെ വലിയ ദേഷ്യത്തിൽ തന്നെ അകത്തേക്ക് കയറി അവരുടെ റൂമിലെ വാതിൽ ചന്ദ്രമതി തന്നെ അടയ്ക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ ഈ കോപവും ദേഷ്യവും ഒക്കെ കാണുമ്പോൾ ശ്രുതിക്കും ഒരു വല്ലായ്മ പോലെ തോന്നുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് എന്തു പറ്റി, അമ്മയ്ക്ക് എന്താ ഇത്ര ദേഷ്യം ഞങ്ങളോടെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുമുണ്ട്. ശ്രുതി അപ്പോൾ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അമ്മ, അമ്മയ്ക്ക് എന്താ ഇത്ര ദേഷ്യം, അമ്മ എന്താ ഇങ്ങനെ കഥകൊക്കെ അടയ്ക്കുന്നേ, എന്താ കാര്യം? അപ്പോൾ ചന്ദ്രമതിക്കാവട്ടെ ഒന്നും പറയാനോ ചോദിക്കാനോ പറ്റുന്നില്ല. കാരണം സ്വന്തം മകനായി പോയില്ലേ. അതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനോ മുഖത്ത് നോക്കി സംസാരിക്കാനോ ആദ്യമൊന്നും ചന്ദ്രമതിക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് എന്തുമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ, എനിക്കെന്ത് പ്രശ്നം? അതല്ല, നിനക്ക് പിള്ളേരുണ്ടാവാൻ വല്ല പ്രശ്നമുണ്ടോ എന്ന്. ഇത് കേട്ട ശ്രുതിക്ക് ഒരു വല്ലാത്ത ചമ്മലായി പോവുകയാണ്. കാരണം സ്വന്തം അമ്മയുടെ വായിൽ നിന്നും തൻ്റെ മകനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏതൊരു മകനും ഉണ്ടാകുന്നൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ശ്രുതിയുടെ മുഖത്ത്. ഈ തറവാട്ടിൽ ആദ്യം ജനിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളാണെന്ന് ഞാൻ എന്നും നിങ്ങളോട് പറയാറുള്ള കാര്യമാണ്. എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? ആ സച്ചിക്കും രേവതിക്കും ആദ്യത്തെ കുട്ടിയായി. നിങ്ങൾക്കിപ്പോഴും ഒരു കുട്ടിയുടെ വല്ല വിചാരമുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഇനി വല്ല പ്രശ്നം നിങ്ങൾക്ക് വല്ലതും ഉണ്ടോയെന്ന്. അയ്യോ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അമ്മ, അമ്മനോട് ആരെയും ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. എന്നാൽ ശ്രുതിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ശ്രുതിയുടെ എന്നാൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്രുതി എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതിക്കൊരു വല്ലായ്മ പോലെ ആവുകയാണ്. അപ്പോൾ നേരെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി ശ്രുതി പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ശ്രുതിക്കാവട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ടെൻഷൻ തന്നെ കിടക്കുന്നുണ്ട്. കാരണം താൻ ആദ്യം ഒരു കുഞ്ഞിൻ്റെ അമ്മയായതാണ്, ഇനി രണ്ടാമതൊരു കുഞ്ഞിന് സാധ്യതയുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ശ്രുതിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശ്രുതിക്ക് എന്തെങ്കിലും പ്രശ്നമില്ല എങ്കിൽ തനിക്കാണ് പ്രശ്നമെന്ന് വിചാരിച്ച് ഇനി അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുമോ, തന്നെ ആ ഒരു കാരണം പറഞ്ഞ് ശ്രുതിയെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ ഒരു പേടി ആ സമയത്ത് ശ്രുതിയുടെ മുഖത്തുണ്ടായിരുന്നു. അമ്മ എന്തൊക്കെ ഈ ചോദിക്കണേ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. അത് സച്ചിക്കിപ്പോൾ ഒരു കുട്ടിയായി പോയതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ, അച്ചമ്മ തരാൻ പോകുന്ന സമ്മാനം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വല്ല ഏക്കർ കണക്കിന് വല്ല പറമ്പോ അല്ലെങ്കിൽ അതിൻ്റെ വല്ല പൈസയോ അങ്ങനെയൊക്കെ ആണെങ്കിലോ, ഞാനതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ കുട്ടികളായിരിക്കണം ഈ വീട്ടിൽ ആദ്യം ജനിക്കേണ്ടതെന്ന്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അമ്മ എന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാനും
ഞാൻ മുന്നൊരു കുഞ്ഞിൻ്റെ അമ്മയായതാണെന്ന് അറിയാനുമൊക്കെ സാധ്യതയാകുമെന്ന് മനസ്സിൽ കണ്ട ശ്രുതിക്ക് മനസ്സിലൊരു കാര്യം ഓർമ്മ വരികയാണ്. അമ്മ, നമുക്ക് സച്ചിക്ക് ആദ്യം കുട്ടികളുണ്ടാവാതിരിക്കാൻ നമുക്കൊരു കാര്യം വേണമെങ്കിൽ. അപ്പോൾ ചന്ദ്രമതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് കാര്യം ചെയ്യാനാണ്? ആശുപത്രിയിൽ പോയി കൺഫേമൊക്കെ ആക്കിയതല്ലേ, അവർക്ക് ഇനി ഫസ്റ്റ് കുഞ്ഞ് ജനിക്കും, ഇനി ആ കുഞ്ഞായിരിക്കും ഈ വീട്ടിലെ ആദ്യത്തെ പുന്നാരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷമത്തിലായിരുന്നു ചന്ദ്രമതി. അതമ്മേ, രേവതി പ്രസവിച്ചാലല്ലേ ഇവിടെ ആ കുഞ്ഞ് ഓടി നടക്കുകയും എല്ലാവർക്കും സ്നേഹമുണ്ടാവുകയും അച്ചമ്മ സ്വത്തെഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇനി മറിച്ച് ആ കുട്ടി ഇവിടെ ജനിച്ചില്ലെങ്കിലോ? ഇത് കേൾക്കുന്ന ചന്ദ്രയ്ക്ക് ഒരു ആലോചന വരുന്നുണ്ട്. ശ്രുതി പറയുന്നതിൽ കാര്യമില്ലാതില്ല. അപ്പോളായിരുന്നു ശ്രുതിയുടെ മറുപടിയും, അത് ശരിയാണല്ലോ അമ്മേ, നമുക്കെന്തുകൊണ്ട് ആ ഒരു വഴി കണ്ടുകൂടാ? അതിപ്പോൾ നീ എങ്ങനെ നടക്കൂന്നൊക്കെ ഈ പറയണത്? കാരണം അവൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ ഇപ്പോൾ സച്ചി അവളുടെ പിന്നാലേന്ന് മാറുന്നില്ല, അവളെയും താങ്ങി പിടിച്ച് ഇങ്ങനെ നടക്കുക തന്നെയാണ്. അതിപ്പോൾ അവൾക്ക് കൊടുക്കുന്ന വല്ല പാലിലോ ജ്യൂസിലോ എങ്ങാനും എന്തെങ്കിലും കലക്കി കൊടുത്താൽ പോരെ? അങ്ങനെയാവുമ്പോൾ സച്ചിക്കൊരു സംശയവും തോന്നുകയില്ല. അതൊരു നല്ല വഴിയാണല്ലോ എന്നായിരുന്നു ചന്ദ്രമതി മനസ്സിൽ ആലോചിച്ചിരുന്നത്. എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവരുടെ റൂമിൽ നിന്ന് താഴേക്ക് പോവുകയാണ്. താഴെ ചെന്നപ്പോൾ ആകട്ടെ രേവതി സച്ചിയുമായി താഴെ ഇരിക്കുകയായിരുന്നു. സച്ചിയാവട്ടെ രേവതിക്ക് ഒരുപാട് ഫ്രൂട്ട്സുകളും ജ്യൂസുകളൊക്കെ അടിച്ചു കൊടുത്ത് അത് തിന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്ത് നിന്ന് മാറാതെ തന്നെ സ്നേഹിച്ചിങ്ങാട്ടായിരുന്നു സച്ചി അവിടെ ഇരുന്നിരുന്നത്. ചന്ദ്രമതിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ്. അതപ്പോൾ സച്ചിയോട് പറയുന്നുമുണ്ട്, നിനക്ക് നാണമില്ല അവളെ പൊക്കി പിടിച്ച് നടക്കാനായിട്ട്? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ, അവളിപ്പോൾ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീയാ, അവളായിട്ട് ഒന്നും എടുത്ത് കഴിക്കൂല, അവളെ നോക്കാൻ പിന്നെ വേറെ ആര്? നിങ്ങൾക്കാർക്കും അതിനൊന്നും പറ്റില്ലല്ലോ, എനിക്കല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാ അവളെ ഞാനിങ്ങനെ പൊക്കിയെടുത്ത് നടക്കണത്. അതിനിപ്പോൾ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മയ്ക്ക് എങ്ങാനും വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓ, നിന്നോട് സംസാരിച്ച് മല്ലിടാനൊന്നും ഞാനില്ല, കാരണം നിന്നായിട്ട് സംസാരിച്ച് ജയിക്കാനൊന്നും എന്തായാലും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് പോവുകയായിരുന്നു. അടുക്കളയിൽ ചെന്നുകൊണ്ട് എങ്ങനെയാണ് രേവതിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ജ്യൂസിലോ പാലിലോ ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ശ്രുതി ആ പൊടിയും കൊണ്ടുവരുന്നത്. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ, നന്നായി, ഞാൻ അമ്മയെ നോക്കി തന്നെയാണ് വന്നത്. എന്താ, വല്ലതും ആയോ? അമ്മ കയ്യിൽ പിടിക്കി, എന്നിട്ട് രേവതിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ജ്യൂസിലോ പാലിലോ എങ്ങാനും ഈ പൊടി കുറച്ചെടുത്തൊന്ന് കലക്കി കൊടുക്കണം. ചെറിയൊരു മയക്കുണ്ടാവും അവൾക്ക്, പക്ഷേ കുഞ്ഞ് ക്ലീനായി പൊക്കോളും. അയ്യോ, ഞാൻ ചെയ്യാനോ? എനിക്ക് പേടിയാ, നീ ചെയ്യുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ ഇത് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിയും അത് മടിച്ച് ചന്ദ്രമതിയെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഇത് നമുക്ക് തന്നെ വല്ല തിരിച്ചടിയാകോ? സച്ചി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കഥ കഴിക്കുമെന്നൊക്കെ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്. സച്ചി ഒന്നും അറിയാൻ പോണില്ല അമ്മേ, അവള് വല്ല വേറെന്തെങ്കിലും, കാരണം അവൻ തന്നെയാണല്ലോ ഓരോ ജ്യൂസ് ഇതൊക്കെ കൊടുക്കുന്നത്, അങ്ങനെയെങ്കിലും എന്തെങ്കിലും പറ്റിയതാണെന്നൊക്കെ വിചാരിച്ചോളും, നമ്മളെ സംശയിക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയായിരുന്നു ചന്ദ്രമതിക്ക് ബലം കൊടുത്തിരുന്നത്. അങ്ങനെ എന്തിൽ കലക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴായിരുന്നു അവിടെ ഗ്യാസിൽ കാച്ചി വെച്ചിരുന്ന പാല് മൂടി വെച്ചിരിക്കുന്നത് ഇവർ കാണുന്നത്. അങ്ങനെ ആ പൊടിയെടുത്ത് പാലിൽ കലക്കി വെച്ച് നന്നായിട്ട് സ്പൂൺ എടുത്ത് ഇളക്കിക്കൊണ്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ആ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ സംസാരിച്ചുകൊണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയി വീടിൻ്റെ മുൻവശത്ത് പോയി കസാരയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു.
എന്നാൽ അന്നേരത്ത് സച്ചി രേവതിയോടൊപ്പം ചോദിക്കുന്നുണ്ട്, പാലെടുക്കട്ടെ, കുറച്ച് നേരമായില്ലേ പാല് കാച്ചി വെച്ചിട്ട്, ഒരു ഇളം ചൂടോടുകൂടി അതൊന്ന് കുടിക്കുന്നും പറഞ്ഞ് രേവതിയോട് പറയുന്നതൊക്കെ ചന്ദ്രമതി ചെവി കോർത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും പാലെടുത്ത് കുടിക്കും, കുടിച്ചു കഴിയുമ്പോൾ എന്തായാലും കുഞ്ഞു പോകുമെന്നൊക്കെ ചന്ദ്രയും ശ്രുതിയും കൂടി ചിരിച്ചുല്ലസിച്ചാണ് സംസാരിക്കുന്നത്. കുറച്ചു നേരമായിട്ടും ശ്രുതിയെ കാണാണ്ടായപ്പോൾ ശ്രുതി റൂമിൽ നിന്നിറങ്ങി താഴോട്ട് വരുന്നുണ്ട്. ശ്രുതിയെയും നോക്കി കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിലാകട്ടെ ഗ്യാസിൽ പാലിരിക്കുന്നതാണ് ശ്രുതി കാണുന്നത്. കുറേ നേരമായി വിശന്നിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഗ്യാസിലിരുന്നിരുന്ന പാലെടുത്ത് ശ്രുതി കുടിക്കുകയാണ് കേട്ടോ. ഇതൊന്നും അറിയാതെയായിരുന്നു ചന്ദ്രമതിയും ശ്രുതിയും കൂടി രേവതിയുടെ കുഞ്ഞു പോകുന്നതൊക്കെ ആശിച്ച് ഇരിക്കുന്നത്. പാലിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരി പോലും വയ്ക്കാതെ ആ പാല് മുഴുവനായിട്ട് ശ്രുതി തന്നെ എടുത്ത് കുടിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ശരിക്കും ശ്രുതിയെ തപ്പി പോന്നതല്ലേ, അവളെ കണ്ടില്ലല്ലോ, പാലും കുടിച്ച് ഇവിടെ തന്നെ ഇരിപ്പായെന്ന് വിചാരിച്ച് വേഗം തന്നെ കിച്ചണിൽ നിന്നിറങ്ങി ശ്രുതിയെയും നോക്കിയാണ് ശ്രുതി പോകുന്നത്. അപ്പോൾ ശ്രുതിയെ കാണുന്ന സച്ചി ചോദിക്കുന്നുണ്ട്, നീ ആരെയായി നോക്കി നടക്കുന്നേ, കുറേ നേരം ആയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കെന്നൊക്കെ നടക്കണത്. എടാ, നീ ശ്രുതിയെ കണ്ടായിരുന്നോ, ശ്രുതിയെയും നോക്കിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ ഇപ്പോൾ ഭാര്യനെ കാണാണ്ടിരിക്കാൻ പറ്റാണ്ടായല്ലേ, എന്നെ എന്താ കളിയാക്കല്, എന്നാൽ സ്വന്തം മോൻ ഇങ്ങനെ ചെയ്യുമ്പോഴൊന്നും കളിയാക്കാനായിട്ട് ആരുമില്ല. ഞാനും രേവതിയും കുറച്ച് നേരം ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അപ്പം തുടങ്ങും, ഓ ഭാര്യയുമായി ഇങ്ങനെ പൊക്കി നടക്കല്, ഭാര്യയുടെ പിന്നാലേന്ന് മാറൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കലാണ് നിൻ്റെ അമ്മയുടെ ജോലി. നിൻ്റെ പ്രവൃത്തികളൊന്നും അമ്മ കാണുന്നില്ല അല്ലേ. നീയൊന്നും മിണ്ടാടെന്ന് സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതി വീടിൻ്റെ മുൻവശത്തേക്ക് പോകുമ്പോൾ അതാ ചന്ദ്രമതിയും ശ്രുതിയും കൂടി എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറഞ്ഞ് ചിരിച്ച് ഉല്ലസിച്ചിരിക്കുകയായിരുന്നു. നീ അപ്പോൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ ശ്രുതി, ഞാൻ എവിടെയൊക്കെ നോക്കിയിരിക്കുകയാ, കുറേ നേരമായല്ലോ ഈ ചിരിയും കളിയൊക്കെ, എന്താ സംഭവം ഞാനും കൂടിയും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിയും അവരുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇപ്പോൾ വർക്കൗട്ടാവും. അപ്പോൾ ശ്രുതിക്കൊരു കാര്യവും മനസ്സിലാകുന്നില്ല, എന്താ പ്ലാൻ, എന്താ സെറ്റായോ അതൊക്കെ. എടാ, അടുക്കളയിൽ പാലിൽ മറ്റേ പൊടി കലക്കി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ തന്നെ സച്ചി രേവതിക്ക് എടുത്ത് കൊടുക്കും, കുഞ്ഞതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കേൾക്കുന്ന ശ്രുതിക്ക് അപ്പോഴായിരുന്നു ആ ബോധം വന്നത്. അയ്യോ, ആ പാലിലാണോ അത് കലക്കി വെച്ചിരുന്നത്? ആ അതെ, അതിനെന്താ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്നാ പണി പാളിയെന്നാ തോന്നുന്നേ, കാരണം ആ പാല് ഞാനെടുത്ത് കുടിച്ചു. നിനക്കൊരു ബോധോ വെളിവില്ലടാ, എന്ത് കണ്ടാലും കുടിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അന്നേരത്ത് പണിയെല്ലാം പാളിയല്ലോ ശ്രുതി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അമ്മേ, ശ്രുതിയെയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിലോട്ട് പോകണം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞ് ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി തലയിൽ കൈവച്ചുകൊണ്ട് കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്ന ശ്രുതിയാകട്ടെ, ഞാൻ ചാവാൻ പോകുന്ന എന്നെ എത്രയും പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളി കൂട്ടുകയായിരുന്നു. ചന്ദ്രമതി അപ്പോൾ വേഗം തന്നെ ശ്രുതിയുടെ വായ കൈകൊണ്ട് മൂടിക്കെട്ടുന്നുണ്ട്. കാരണം നീയൊന്നും മിണ്ടാതിരിക്കുക, അകത്ത് രേവതിയും സച്ചിയൊക്കെയുണ്ട്, സച്ചി എങ്ങാനും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിടിക്കപ്പെടും എന്ന് പറഞ്ഞ് ശ്രുതിയുടെ വായ മൂടിക്കെട്ടുകയായിരുന്നു ചന്ദ്രമതി. ഇനി എന്താകും ശ്രുതിയുടെ അവസ്ഥ എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.